ഹായ് ഫ്രണ്ട്സ്, ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മധുഹൂത്തിൻ്റെ റെസിപ്പി കേട്ടോ. നമ്മൾ വീട്ടിലുള്ള സ്പൈസസ് വെച്ചിട്ട് വറുത്ത് പൊടിച്ചിട്ടാണ് ഇതിൻ്റെ മസാല തയ്യാറാക്കിയിട്ടുള്ളത്. നല്ല കിഡിലും ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇനി നമ്മളിവിടെ മധുഹൂത്ത് തയ്യാറാക്കാനായി എടുത്തിട്ടുള്ളത് വൈറ്റ് ബസ്മതി റൈസാണ് കേട്ടോ. ഇത് നല്ല രീതിയിലൊന്ന് കഴുകിയിട്ട് നമുക്കൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. ഒരു 20 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കാനായിട്ട് ഒരു 10 ഏലക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കൊരു 3 പീസ് ഇതുപോലെ പട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കൊരു 10 ഗ്രാമ്പു എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇതുപോലെ ഒരു സ്റ്റാർ എടുത്തിട്ടുണ്ട്. ഇതിന് തക്കോലം എന്നൊക്കെ പറയുന്നത് തോന്നുന്നു കേട്ടോ. എനിക്ക് ശരിക്കും ഇതിൻ്റെ പേരറിയില്ല. നിങ്ങൾക്ക് അറിയാമെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ 2 ബേ ലീഫ് എടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ ചെറിയ ജീരകം കേട്ടോ. നമ്മളിതിലേക്ക് വലിയ ജീരകം ചേർക്കുന്നില്ല കേട്ടോ. അതുപോലെ ഒരു 2 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1.25 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ ഇവിടെ പച്ചക്കുരുമുളക് ഇല്ലാത്തതുകൊണ്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. അതുപോലെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ പച്ചമല്ലി ഉണ്ടെങ്കിൽ അതും അതുപോലെ പച്ചക്കുരുമുളക് ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് ഞാനിവിടെ അത് തീർന്നത് കൊണ്ടാണ് ഇവിടെ പൊടി എടുത്തിട്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ച സ്പൈസസ് ഇതിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഞാനിവിടെ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് മല്ലിപ്പൊടി കുരുമുളക് പൊടി ചേർക്കുന്നത് കേട്ടോ. ഞാനിവിടെ നല്ല അടി കട്ടിയുള്ള പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ ആണെങ്കിൽ ഒരു 2 മിനിറ്റോ 1 മിനിറ്റോ ചെറു തീയിലിട്ടൊന്ന് മസാല ചേർത്തതിന് ശേഷം ഒന്ന് വഴറ്റിക്കോട്ടെ. ഞാനിവിടെ ഇരുമ്പിൻ്റെ കാസ്റ്റനായൻ്റെ ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോട്ടെ. അതുകൊണ്ട് ഞാൻ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ സ്പൈസസ് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ഇത്രയും പച്ചക്കറികളാണ് വേണ്ടത് കേട്ടോ. ഞാനിവിടെ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ നിന്ന് അരച്ചെടുക്കുന്നുണ്ട്. നമ്മൾ മധുഹൂത്തിലേക്ക് ചിലർ ഇതുപോലെ ക്യാപ്സിക്കം ചേർക്കില്ല കേട്ടോ. ഞാൻ ഇവിടെ ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു 3 വലിയ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒരുപാട് അങ്ങ് പഴുത്തിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ നല്ല പഴുത്തതുണ്ടെങ്കിൽ അത് എടുത്തു കേട്ടോ. അതുപോലെ ഒരു പിടി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 2 വലിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെറിയ വലിയുള്ളി ആയതുകൊണ്ട് 2 എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് എരിവില്ലാത്ത പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അരി മൂക്കാത്ത പച്ചമുളകാണ്. കൂടുതൽ എരി ഉണ്ടാവില്ല. അതിൻ്റെ ഫ്ലേവർ നല്ല കിട്ടും ചെയ്യും. അതിനാണ് ഇതുപോലെയുള്ള എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എരിവുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് എടുത്തോട്ടോ. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അതൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാനായിട്ട് തക്കാളിയും അതുപോലെ വലിയുള്ളിയും ക്യാപ്സിക്കം ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ ഇത് മുഴുവനൊന്ന് അരച്ചെടുക്കാം. ഇനി നമ്മൾ ഇതും ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതും അരച്ചെടുത്ത് ഇവിടെ മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ 3 അരിക്കൊരു 1.25 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ. ചിലരൊക്കെ 1 കിലോ അരിക്ക് 1 കിലോ ചിക്കൻ അങ്ങനെ അളവിൽ ചേർക്കാറുണ്ട് കേട്ടോ. ചിക്കൻ ഇവിടെ അത്യാവശ്യം ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ 1.25 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. മക്കൾക്കൊക്കെ ചോറ് റൈസ് കൂടുതലുണ്ടാവും, അതുപോലെ ചിക്കൻ കുറവായിരിക്കും. ഇനി നമ്മൾ റൈസ് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ്. ഇനി നമുക്കിതൊന്ന് ചൂടായിലേക്ക് നമുക്കിതിലേക്ക് കുറച്ചും കൂടി സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ ഓയിലേക്ക് സ്പൈസസ് ആയി ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 2 ബേ ലീഫ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ കേട്ടോ. അതുപോലെ ഒരു 5 ഗ്രാമ്പു, ഒരു 5 ഏലക്ക, ഒരു 4 ചെറിയ പീസ് പട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നമുക്കിതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിവിടെ മസാലയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിയിട്ട് നമ്മൾ ഒഴിച്ച ഓയിൽ ഇതുപോലെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ നോർമൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടോ. ഇത് നല്ലൊരു കളർ കിട്ടും. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കഴുകി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച മസാലപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കി നമ്മൾ റൈസ് ചേർത്ത് കൊടുക്കുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്കൊരു ഡ്രൈ ലെമനും അതുപോലെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 3/4 ഭാഗം ഇതൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ ഇവിടെ 3/4 ഭാഗത്തോളം വേവായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് തിളപ്പിച്ച വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 1 ഗ്ലാസ് അരിയിലേക്ക് 2 ഗ്ലാസ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അരിയും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് നേരത്തെ പൊടിച്ചെടുത്ത പൊടി 2 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 4 പച്ചമുളകും കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം.
അങ്ങനെ നമ്മൾ മധുഹൂത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടി കട്ടിയുള്ള സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അടി പിടിച്ചിട്ട് വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മധുഹൂത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പലരും പല രീതിയിലും പല മസാലയിലാണ് തയ്യാറാക്കാറ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കൂടെ സബ്സ്ക്രൈബും ചെയ്യണേ. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.